എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ആന്ധ്ര സ്റ്റൈലിൽ മുരിങ്ങ ഇല കൊണ്ട് ഉപ്പേരിയോ തോരനോ എന്തോ ഒന്ന് എന്ത് പേര് പറഞ്ഞാലും ഒന്ന് തന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ആദ്യം ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ. വറുത്ത കടല ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് വറുത്ത് ഏകദേശം നല്ലോണം മൂത്ത് വരണം, സാധാരണ കടല വറുക്കുന്ന പോലെ തന്നെ. അതിന് ശേഷം അതിലേക്ക് ഞാനൊരു 5 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മുളക് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് കേട്ടോ, അത്രയേ എരിവ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെങ്കിൽ 7 8 എത്ര വേണമെങ്കിലും ചേർക്കാം. എനിക്ക് അത്രയേ വേണ്ടു. അതൊരു ഭാഗത്ത് തണുക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അത് രണ്ടും ഒന്ന് പൊരിയാൻ തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങോട്ട് ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. കാരണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ ജീരക, അത് അവസാനം ചേർത്താൽ മതി. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞാൽ മാത്രമേ ചേർക്കാവൂ, അല്ലേ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഒരു 6 7 വെളുത്തുള്ളി ചതച്ചത്, തോലോട് കൂടി ചതച്ചതാണേ, അത് നല്ലോണം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂത്തോട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കാം. തീ ഈ സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ 1 കപ്പ് വലിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പേരിക്ക് മുഴുവനായിട്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉള്ളിയിൽ നല്ലോണം പിടിച്ച് വരണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർക്കുന്നത്. ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് അവിടെ നിന്നാകട്ടെ. ഇനി 1 മിനിറ്റ് ആയതിന് ശേഷം അതെടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഉള്ളി തിരിച്ചു മറിച്ചു വിട്ടിട്ട് പിന്നെ 1 മിനിറ്റും കൂടി അതേപോലെ വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാൽ ഈ 2 മിനിറ്റ് കൊണ്ട് തന്നെ 2-3 മിനിറ്റ് അപ്പോഴത്തേക്ക് തന്നെ ഉള്ളി ഒരു ഗ്ലാസ് പരുവത്തിലായി കിട്ടും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി ചേർക്കണം. ഇനി ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ബാക്കി എണ്ണേൻ്റെ അംശമല്ല ചീരേൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് മൂടി വെക്കണം, അതിലപ്പുറം വെക്കാൻ പാടില്ല. കാരണം ഇലയ പെട്ടെന്ന് വല്ലാണ്ടങ്ങ് വെന്ത് പോകും. അപ്പം അത്രയും വേണ്ട ആവശ്യമില്ല, 2 മിനിറ്റ് വേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നില്ല, എന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടി, കടലയും മുളകും കൂടി പൊടിച്ചതാണേ, അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിനുള്ളത് മാത്രം പൊടിച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അന്നേരം അതങ്ങ് ചേർത്ത് അങ്ങ് തീർത്ത് കളയാം. പിന്നെ അത് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഉപയോഗിച്ചിട്ടില്ലേ പിന്നെ അത് വേഗം ചീത്തയായിപ്പോവും. അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് അപ്പം ഈ എരിവ് എല്ലാം ചീരേൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ.
എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.